ഇതാണ് പറക്കാട്ടിൻ്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ബ്രൈഡൽ ഹബിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഓർണമെൻറ്റ്സിനെ കുറിച്ചൊരു ബ്രീഫിംഗ് തരാം. പിന്നീട് നമുക്ക് വിശദമായിട്ട് വരുന്ന വീഡിയോസിൽ നമുക്ക് വിശദമായിട്ടുള്ള പരിചയപ്പെടുത്തലൊക്കെ ആകാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്ക് ബ്രൈഡൽ ജ്വല്ലറി കളക്ഷനാണ്. അതായത് വിവാഹത്തിനും മറ്റു ഫങ്ഷൻസിനും വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലോങ് ഷോർട്ട് ഡയമണ്ട് പാറ്റേൺ അല്ലെങ്കിൽ സ്റ്റോൺ വരുന്ന കുറേയേറെ നെക്ലേസുകളാണ് ഈ ഒരു സെക്ടറിൽ വരുന്നത്. ട്രഡീഷണലും ഉണ്ട് കേട്ടോ. അതിൽ ട്രഡീഷണൽ മുല്ലമുട്ടുമാലയുണ്ട്, ലക്ഷ്മി മാലയുണ്ട്, അതുപോലെ തന്നെ കാശുമാല, ഒത്തിരി അങ്ങനെയുള്ള വെറൈറ്റീസും ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ജസ്റ്റ് ഇത് നമ്മുടെ സ്റ്റഡിൻ്റെ ഒരു കളക്ഷനാണ്. ഇതിൻ്റെ അടിയിലൊക്കെ വേറെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ബേസ് ഒന്ന് പറഞ്ഞു പോകാം. സിന്ധു, അപ്പം നമ്മുടെ സ്റ്റഡിൻ്റെ ഒരു പാഡ് എടുക്കുക. ഇതാ ഇതിൽ കണ്ടോ, നമ്മൾക്ക് നവരത്നം പാറ്റേൺ ഉണ്ട്, ഡയമണ്ട് പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ ഹാങ്ങിങ് വരുന്ന സ്റ്റഡ്സ് ഉണ്ട്. പിന്നെ ഒത്തിരി വെറൈറ്റി ഓഫ് കളക്ഷൻ ഉണ്ട്. സെക്കൻഡ് സ്റ്റഡ് ഉണ്ട്, പേള് വെച്ച് ഒറിജിനൽ പേളാണ് കേട്ടോ, പേളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റഡുകളുണ്ട്. കാശിൻ്റെയൊക്കെ നല്ല സ്റ്റഡ് ഉണ്ട് അല്ലേ അതിനകത്ത്. അതുപോലെ തന്നെ ഇത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡയമണ്ട് പാറ്റേൺസ് ഒക്കെയാണ്. അപ്പോൾ അതിലും നമുക്ക് ഇതാ ഹാങ്ങിങ് വരുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയ യൂത്തിന് പറ്റിയ തരം കമ്മലുകളൊക്കെ ഉണ്ട്. പഴയ ട്രഡീഷണൽ മോഡൽ അമ്മച്ചി കമ്മൽ എന്നൊക്കെ പറയില്ലേ, നമ്മളുടെ കാരണന്മാരൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോണിൻ്റെ അങ്ങനത്തെ ഉള്ളതുകൊണ്ട് ഡയമണ്ട് പാറ്റേൺസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വേറെ ഞാൻ കുറച്ച് കമ്മലുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് വലിയ നമ്മളുടെ അമ്മച്ചി കമ്മലാണ്. ഇത് നമുക്ക് അതുപോലെ ഡാൻസും വേറെ അങ്ങനെയുള്ള പ്രോഗ്രാംസിനുമൊക്കെ നല്ല ഫിനിഷുള്ള ഓർണമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ പോകാറുണ്ട്. ഇതൊക്കെ പാലക്കയിൽ ചെയ്തേക്കുന്ന ഇതൊക്കെ അപൂർവമാണ് കേട്ടോ. നമ്മൾക്ക് ആ ഒരു പാഡും കൂടെ ഒന്ന് എടുത്തോളൂ, നമുക്കത് നോക്കാം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാലും നമ്മൾക്ക് സ്റ്റെപ്പ് ജിമുക്കുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ജിമുക്കയും ഹാങ്ങിങ് സ്റ്റഡ്സുമാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. ഇതിലും വരുന്നുണ്ട് ഡയമണ്ട് പാറ്റേണും എല്ലാം വരുന്നുണ്ട്. ഹാങ്ങിങ് വരുന്ന മോഡൽസ് ഉണ്ട്. നമ്മളെല്ലാം മിക്സായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓരോന്നുള്ള അത് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കാം. അത് ജസ്റ്റ് ഒരു ബ്രീഫിങ്. ആദ്യം നമ്മുടെ സ്റ്റഡ്സിനെ കുറിച്ചൊക്കെ ഒന്ന്, അല്ല നമ്മുടെ ഓർണമെൻറ്റ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫിങ് തരാം. അപ്പോൾ സിന്ധു, നമ്മുടെ റിങ്ങിൻ്റെ വലിയ റിങ്ങുകളുടെ പാഡൊന്ന് എടുത്തോളൂ. നമുക്ക് ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഹെവി ഷൂട്ടിനും അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷന് ഉപയോഗിക്കാൻ പറ്റിയ വലിയ റിങ്ങുകളാണ്. കണ്ടോ, ഡയമണ്ട് പാറ്റേൺ, വൈറ്റ് ഗോൾഡ് പാറ്റേൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ തന്നെ ഡയമണ്ട് പാറ്റേൺസ് ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റിക്സ് ഉണ്ട്, പാലക്കാട് ട്രഡീഷണലും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി കളക്ഷൻ ഇതൊക്കെ നമ്മൾക്ക് റോസ് ഗോൾഡ് പാറ്റേണിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഹെവിയാണ്. നമുക്ക് കുറച്ച് സിമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട്. ഇത് ഓക്കെ. ഇത് നമ്മളുടെ കൂടുതലും ഇതിനകത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ജെൻസിൻ്റെ മോഡലുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഗണപതിയൊക്കെ വരുന്ന മോഡലുണ്ട്, നാഗപടമുണ്ട്. അതുപോലെ തന്നെ സാധാരണ നമ്മളുടെ പഴയ കാലത്തെ ആ ഒരു പ്ലെയിൻ റിങ് ഉണ്ടല്ലോ, പഴയ കാലത്തെ റിങ്ങുകൾ അങ്ങനത്തെ ഉണ്ട്. നവരത്ന മോതിരമുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഡയമണ്ട് പാറ്റേൺ ഉണ്ട്. പേരെഴുതുന്ന ടൈപ്പ് റിങ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന ഒരു ഇതാണ് പേരെഴുതുന്നത്. ഇപ്പോൾ ഈ ഇതൊരു വെഡ്ഡിങ് ഹബും കൂടെ ആയതുകൊണ്ട് ഈ രീതിയിൽ പല രീതിയിൽ പേരെഴുതുന്ന മോതിരങ്ങളുണ്ട്. റൗണ്ടിൽ പേരെഴുതാം. എല്ലാ ടൈപ്പ് റിങ്ങുകളും ഉണ്ട്. ഡയമണ്ട് പാറ്റേൺ ഉണ്ട്, റൂബി എമറാൾഡൊക്കെ വരുന്നുണ്ട്. ഇത് വെച്ചോളൂ. ലേഡീസിൻ്റെ റിങ്ങും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് സിമ്പിൾ, എല്ലാം മിക്സാണ് ഇരിക്കുന്നത്. ഇതിനകത്തും ഡയമണ്ട് പാറ്റേൺ പേരെഴുതുന്ന റിങ്ങുകളുണ്ട്. ചെറിയ സിമ്പിളായിട്ടുള്ള ഡയമണ്ട് റൂബി വർക്കുകൾ വരുന്നതും ഗോൾഡൻ റിങ്ങുകളും ഉണ്ട്. സാധാരണ ചുറ്റുമോതിരം തൊട്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ, ഇതിനകത്തും ഉണ്ട്. നമുക്ക് എല്ലാം ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് കണ്ടിട്ട്
അടുത്ത വീഡിയോസിൽ നമുക്ക് ശരിക്കും ഇതൊക്കെ ഒന്ന് ഓരോ മോഡൽസും നമുക്ക് കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഓർണമെൻറ്റ്സിനെ കുറിച്ചൊരു ബ്രീഫിംഗ് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുറച്ച് സ്ഥിരം എല്ലാവർക്കും വേണ്ടി വരുന്ന, എല്ലാവരും ഉപയോഗിക്കുന്ന എന്നാൽ നല്ല സൂപ്പർ കളക്ഷൻ കുറച്ച് സാധനങ്ങൾ ആദ്യമായിട്ട് വീണ്ടും ഒന്നുകൂടെ കാണാം. അങ്ങനെയുള്ള നമ്മൾക്ക് ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയവരായിക്കോട്ടെ, പ്രായമായ അമ്മമാരായിക്കോട്ടെ, എല്ലാവർക്കും, ജെൻസിനും എല്ലാവർക്കും വേണ്ടി വരുന്ന കുറച്ച് കോമൺ സാധനം എന്നാൽ സ്പെഷ്യൽ, അത് നമുക്ക് കാണാം. സിന്ധു, ഈ പാഡൊന്ന് എടുക്കോ. ഇത് കണ്ടോ, ഇത് നമ്മളുടെ പേൾ, കോറൽ, റൂബി, എമറാൾഡ്, അതുപോലെ ബ്ലൂ സഫയർ, ടർക്കോയിസ്, ഗാർനെറ്റ്, പിന്നെ സാൻഡ്സ്റ്റോൺ, അങ്ങനെ തുടങ്ങിയ എല്ലാതരം മുത്തുകളും, പ്രഷ്യസ്, സെമി പ്രഷ്യസ്, എല്ലാതരം സ്റ്റോണുകളും വെച്ചിട്ടുള്ള നമ്മൾ ഇത് ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് കൊരുത്തെടുക്കുന്ന മാല നമ്മൾ ഗോൾഡ് ലെയർ ചെയ്തിരിക്കുന്ന. അപ്പോൾ അതിൻ്റെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഓരോ മോഡൽസും പരിചയപ്പെടുത്താം. നമ്മുടെ കരിമണിമാല ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം. കരിമണിമാലയിൽ ഒത്തിരി കളക്ഷൻ ഉണ്ട്, വെറൈറ്റി ഉണ്ട്. പവിത്രക്കെട്ട് വരുന്ന ഡിസൈൻ ഉണ്ട്, ഡബിൾ ലെയർ ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ലെയറിൽ കണ്ടമാനം റെയിൻബോ, അതുപോലെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളുടെ ഇതൊക്കെ നമ്മുടെ പഴയ ട്രഡീഷണൽ സ്റ്റൈല് കരിമണി മാലയാണ്. ഇപ്പോഴും ഇതിന് വളരെയധികം ആവശ്യക്കാരുണ്ട്. ഇത് സ്ഫടികം വരുന്നുണ്ട്. സ്ഫടികം എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടിങ് സ്ഫടികമുണ്ട്, അതുപോലെ തന്നെ സാധാരണ നോർമൽ സ്ഫടികം, രുദ്രാക്ഷ. ഇത് നമ്മൾ തൃശ്ശൂർ പൂരം സിനിമയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതല്ലേ, ജയസൂര്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന മാല ഇതാ ഈ ടൈപ്പാണ്. ഇത് നമ്മളുടെ കോമൺ രുദ്രാക്ഷം വരുന്നതാണ്. പിന്നെ കൊന്തയുണ്ട്, അതുപോലെയൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ സ്റ്റോൺ, പേളൊക്കെ വെച്ചിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റോണൊക്കെ വരുന്ന മാലകളുണ്ട്. ഇതിൽ ലെഗ് ചെയിന്, ബ്രേസ്ലെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഉർവശി ചെയിനെല്ലാം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇത് നമുക്ക് ഡീറ്റെയിൽ പിന്നെ ആവാം. നമ്മളുടെ മില്ലേനിയം കളക്ഷൻ, മില്ലേനിയം ചെയിൻസ് ഒന്നെടുക്കും. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ യങ് ജനറേഷന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഇതാ ഇത്രയും കണ്ണിൽ കാണാൻ പാടില്ലാത്ത പോലെ അത്രയും തിന്നായിട്ടുള്ള ചെയിനുകളൊക്കെയാണ് ഇപ്പം നമ്മളുടെ കുട്ടികളെല്ലാം അന്വേഷിക്കുന്നത്. ഇത് അതിൽ തന്നെ ഒരല്പം ലെങ്ത്തും കൂടെ വരുന്ന ടൈപ്പാണ്. എന്നാൽ അതേപോലെ തന്നെ കയർ ചെയിനുണ്ട്, പിന്നെ ഒത്തിരി ടൈപ്പ് തണ്ട് ചെയിനുകൾ, സച്ചിൻ, ഒത്തിരി മോഡലുകളുണ്ട് കേട്ടോ. ഏത് വെറൈറ്റി കളക്ഷൻ വേണമെങ്കിലും നമ്മളുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഫിനിഷും കട്ടിങ്ങും ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം എല്ലാം ആ ഒരു റിയൽ ലുക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുണ്ടോ, വൈറ്റ് റോഡിയോ ഒക്കെ ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ള തിൻ ചെയിനിൽ, ബോക്സ് ചെയിനിലൊക്കെ റോഡിയം വൈറ്റ് ഗോൾഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയാണല്ലേ ഏറ്റവും നമുക്ക് ഡിമാൻഡുള്ളത്. ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളല്ലേ. ഏത് കളർ ടോൺ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ, ഏത് ഓർണമെൻറ്റ്സിനും. അതിൽ വലിയ ചെയിൻസാണ് ഇരിക്കുന്നത്. അതൊന്ന് എടുത്ത് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് കൊടുക്കാം നമുക്ക്. ഇതെന്ന് പറഞ്ഞാൽ താലിമാലകളാണ്. താലിമാല എന്ന് പറയുമ്പോഴും അതിനകത്ത് മണിമാല വരുന്നുണ്ട് കേട്ടോ. മണിമാലയൊക്കെ റെഗുലർ താലിമാലയായിട്ട് ഉപയോഗിക്കുന്നതല്ല, എങ്കിലും എല്ലാം ഉണ്ട്. നമ്മുടെ പഴയ താര ചെയിൻ തൊട്ട് അതിൻ്റെ കട്ടിങ്ങൊക്കെ നോക്കി, ഇതിൻ്റെ കട്ടിങ്, ഇത് ഷൈനിങ് കണ്ടോ, ഇതിൻ്റെ തിളക്കം ശരിക്ക് അത്രയും എടുത്തു പറയാവുന്ന രീതിയിലുള്ള. പിന്നെ പണ്ടും ഏറ്റവും ആദ്യകാലം തൊട്ട് അന്നും ഇന്നും എല്ലാവരും ഏറ്റവും കൂടുതൽ എടുക്കുന്ന ചെയിനുകൾ ആ സവിധം എന്ന് പറയുന്ന മോഡലൊക്കെ ആണെങ്കിലും, പിന്നെ ബോക്സുറി, അതുപോലെ തന്നെ ടൈറ്റാനിക് ഉണ്ട്. സിനിമ പേരുകളൊക്കെ ഉള്ളതുകൊണ്ട് നന്നായി. പിന്നെ ഒത്തിരി സീലോ ചെയിൻ, അങ്ങനെ ഒത്തിരി മോഡലുകളുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതെല്ലാം സെപ്പറേറ്റ് പിന്നീട് നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം. കയർ ചെയിൻ, എക്കാലോ അല്ലെ സവിധം പൈനാപ്പിൾ, ഇതൊക്കെ നമുക്ക് എല്ലാ സമയവും എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ പോകുന്നതാണ്. കയർ ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നിത്യഹരിതമാണ് അല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പറക്കാട്ടിൻ്റെ യുണീക്കായിട്ടുള്ള കുറച്ച് കളക്ഷനെ കുറിച്ചാണ്. അതെന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ, ഐഡൽസ്. അതും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗണപതി വിഗ്രഹം കണ്ടില്ലേ, ഇതിനൊത്തിരി കഥ പറയാനുണ്ട് നിങ്ങളോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ഗണപതി വിഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതം ശരിക്കും മാറ്റിമറിച്ചത്.
നമ്മൾ നേരത്തെ ഞാൻ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ എന്താണേലും. പക്ഷേ അത് അത്ര ഇമോഷണലിയാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു ഫൈബറിൽ തീർത്ത് തങ്കത്തിൽ പൊതിഞ്ഞ ഒരു വിഗ്രഹമാണ് നമ്മളെ ശരിക്ക് ഇന്ന് ഈ 1 ഗ്രാം തങ്കാഭരണങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇമോഷണൽ ബേസ്ഡ് ആണ്. എങ്കിൽ പോലും ഈ ഒരു ഗണപതി വിഗ്രഹം ഈ ഒരു ഗണപതി എന്നല്ല കേട്ടോ, ഗണപതി നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ബ്രാഞ്ചസിലും ഗണപതി വിഗ്രഹം അല്ല ഇതുപോലെയുള്ള ആന അല്ല ഇതുപോലെ ഉള്ള ദൈവികമായുള്ള വിഗ്രഹങ്ങൾ നമ്മുടെ എല്ലാ ഷോറൂമുകളിലും കാണും. അപ്പോൾ ഞാനിതേക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം നമ്മുടെ വിഗ്രഹങ്ങളെക്കുറിച്ച്. ഇത് കൂടുതലും പോകുന്നത് ഗിഫ്റ്റ് പർപ്പസിങ്ങിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. പിന്നെ ഇതുപോലുള്ളതൊക്കെ നമ്മൾ പൂജാ റൂമിലെല്ലാം വെക്കാനായിട്ട് ഇഷ്ടംപോലെ പോവാറുണ്ട് ആൾക്കാർ. പൂജാമുറിയിലെല്ലാം സൂക്ഷിക്കാനായിട്ടും അതുപോലെ തന്നെ ഹൗസ് വാമിങ് അതുപോലെയുള്ള എല്ലാ ഫങ്ഷൻസ് ഗിഫ്റ്റ് പർപ്പസും നല്ല രീതിയിൽ പോവാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ശരിക്ക് ബ്ലാക്ക്, നമ്മളുടെ ബ്ലാക്ക് ടെറാക്കോട്ട ചെയ്തിട്ട് ആക്ച്വലി ഇത് ഫുള്ളായിട്ട് ഗോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മീതെ ബ്ലാക്ക് വേണ്ട പോർഷൻസ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ബ്ലാക്ക് ടെറാക്കോട്ട ചെയ്യുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇന്നർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് റെസിൻ അല്ലെങ്കിൽ മാർബിൾ പൗഡറിൽ വരുന്നതാണ്. അതേപോലെ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ഗണപതി വിഗ്രഹമില്ലേ, ഇതെന്ന് പറയുന്നത് നമ്മൾ ബ്രാസിൽ ചെയ്തിരിക്കുന്നതാണ്. ശുദ്ധമായ ബ്രാസിൽ ചെയ്തിട്ട് ഗോൾഡ് ലെയർ ചെയ്തിരിക്കുന്ന. നമ്മളുടെ കയ്യിൽ എല്ലാ ടൈപ്പും ഇപ്പോൾ സിൽവറിൽ വരുന്ന ഗണപതി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അത്ര എടുത്ത് കാണിക്കുന്നത് നല്ല അങ്ങനെയുള്ള ബ്ലൂ കളറ് കണ്ണൊക്കെ എഴുതി കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ മാർബിൾ പൗഡർ അല്ലെ റെസിനിൽ വരുന്നതാണ് കേട്ടോ. സിൽവർ ഉണ്ട്, സിൽവർ ആൻറ്റിക് ഉണ്ട്, കണ്ടോ. ബ്ലാക്ക് ഗോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ സിൽവർ ഗോൾഡും ഉണ്ട്. അത് ദേവീ രൂപങ്ങളെല്ലാം ഉണ്ട്. ദേവീ രൂപങ്ങൾ മാത്രമല്ല കേട്ടോ, ദേവീദേവന്മാരുടെ മാത്രമല്ല ഇതുണ്ട്. ക്രൈസ്റ്റ് വിത്ത് ക്രോസ്, അതിൻ്റെ വലുത് ചെറുതെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഉള്ള ഗിഫ്റ്റിംഗ് ഐറ്റം ഉണ്ട്. കൃഷ്ണൻ്റെ ഐഡൽസ് ഉണ്ട്, മുരുകൻ, അയ്യപ്പൻ തുടങ്ങിയ എല്ലാ രീതിയിലുള്ള ഗണപതി റിലാക്സ് ചെയ്ത് ഒരു വിശ്രമിക്കുന്ന മോഡിലുള്ള ഗണപതി. ഇത് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്തെടുത്ത നമ്മൾക്ക് വന്ന ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജിൽ കണ്ട ഒരു രൂപം നമ്മൾ ഡെവലപ്പ് ചെയ്ത. കാരണം ഗണപതി നമ്മളുടെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റും കൂടെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ശിവലിംഗം പോലെയുള്ളതും എല്ലാം അതാ കണ്ടോ. ഇത് ബ്ലാക്ക് ആന, ബ്ലാക്കല്ല സിൽവറിൽ ബ്ലാക്കും കൂടെ വരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടാണ്. ഇതൊക്കെ ഗിഫ്റ്റിംഗ് പർപ്പസിന് ഏറ്റവും കൂടുതൽ. അതുപോലെ നമ്മളുടെ വീടുകളിലാണെങ്കിലും ഇപ്പോൾ 2 സൈഡിലും 2 ആനയും വെച്ചിട്ട് ഗണപതി വെക്കുന്ന ഒരു സ്റ്റൈലിൽ നമ്മൾ ഒത്തിരി നമ്മളുടെ കയ്യിൽ നിന്ന് എല്ലാ ബ്രാഞ്ചുകളിൽ നിന്ന് തന്നെ പോകുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. നീല കളർ കൃഷ്ണനെ കണ്ടോ. പിന്നെ നമ്മൾ ശിവലിംഗം അതുപോലെ തന്നെ ഇതുണ്ട് 3 ടോണൊക്കെ വരുന്നതുണ്ട്. ഗോൾഡ്, കോപ്പർ കളർ, അതുപോലെ തന്നെ ടെറാക്കോട്ട ബ്ലാക്ക്, അങ്ങനെ 3 ഷെയ്ഡ്സും ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതകാലം മുഴുവൻ ഇരുന്നാലും ഈ ഐഡൽസ് ഒന്നും ഇതിൻ്റെ കളറിന് ഒരു ഡിഫറൻസും വരാൻ പോകുന്നില്ല. എല്ലാം ഇതേ രീതിയിൽ എത്ര വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഇരിക്കും. സായിബാബ പോലുള്ളത്, മാതാവിൻ്റെ ഐഡൽസ് ചെറുതൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ മാതാവിൻ്റെ ഐഡൽസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. മാതാവ് എല്ലാ ടൈപ്പും. ഞാൻ വേറൊരു നമ്മുടെ ബാപ്പുജിയൊക്കെ ഉണ്ടോ. അപ്പോൾ ഇതുപോലുള്ളതും ഏത് വേണമെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്യും, ഡെവലപ്പ് ചെയ്യും, അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം നന്ദിയെ കാണിച്ചില്ലല്ലോ, നന്ദിയെ കാണിക്കാൻ. അതായത് നന്ദി രൂപം. പിന്നെ ഇത് നമ്മളുടെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇത് നമ്മളുടെ വീട്ടിൽ വെച്ചിരുന്നാൽ ഇതിൽ മുഖം നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് സൗന്ദര്യം കൂടുമെന്നാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്, സൗന്ദര്യമൊന്നും കൂടാറില്ല. എന്നാൽ പോലും ഒത്തിരി പേര് പറയാറുണ്ട് ഇതൊരു വിശ്വാസമാണ് വാൽക്കണ്ണാടി. അപ്പോൾ ചിലപ്പം നമ്മുടെ ഗ്ലാമറിലൊക്കെ ഇത് ചിലപ്പം ഒരു ഭാഗമായിരിക്കാം അല്ലേ എന്ന് വെറുതെ വിചാരിക്കാം.
ഇത് അനന്തശയനം, അനന്തപത്മനാഭൻ. ഒത്തിരി ഐഡൽസ് ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ഏത് വേണമെങ്കിലും നമ്മളുടെ കയ്യിൽ നിലവിളക്കോ പറയോ പല പഴയ ട്രഡീഷണൽ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് വെക്കണം. നിധി പോലെ സൂക്ഷിക്കേണ്ട ഏത് ബ്രാസിലോ കോപ്പറിലോ സിൽവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള മെറ്റലുകളിൽ ചെയ്ത ഏത് വിഗ്രഹങ്ങളായിക്കോട്ടെ, കരകൗശല വസ്തുക്കളായിക്കോട്ടെ, ഈവൻ തടിയിൽ തീർത്ത അലങ്കാര വസ്തുക്കൾ വരെ നമുക്ക് ഗോൾഡ് ലെയർ ചെയ്ത് വർഷങ്ങളോളം നമ്മളുടെ അടുത്ത തലമുറയ്ക്കും കൂടെ കൈമാറാവുന്ന രീതിയിൽ നമുക്ക് ഗോൾഡ് ലെയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും.